ആദ്യമായിട്ട് അമേരിക്കയുടെ സേർവിങ് സെനറ്റർ കോൺഗ്രസ്മാൻ, അതായത് ലോ മേക്കർ, അമേരിക്കൻ പാർലമെൻറ്റ്, റിലി മോർ, വെർജീനിയ സ്റ്റേറ്റിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹം ഇന്ത്യക്കെതിരെ, മോദിക്കെതിരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തു. റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സീനിയർ ലീഡർ കൂടിയാണ് ഇദ്ദേഹം. FCRA എന്ന് പുറത്ത് പറഞ്ഞുള്ളൂ. ബേസിക്കലി FCRA കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായ മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം പ്രിസൈസായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് മതപരിവർത്തനം നടത്താൻ പണം കൊണ്ടുവരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് FCRA ബില്ലിനകത്ത്. ബാക്കിയെല്ലാം ചുമ്മാ പറയുന്ന പടക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ബില്ലെടുത്ത് നോക്ക്, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ രൂപം കിട്ടും. അതിനകത്ത് മതപഠനം നടത്താൻ പറ്റും, പള്ളികളോ ചർച്ചുകളോ അമ്പലങ്ങൾ പണിയാൻ പറ്റും. അതായത് മതപഠനം, അതിനുള്ള ബിൽഡിങ്ങുകളോ സംഭവങ്ങളോ ചെയ്യാൻ പറ്റും. ഇതിനെ ഒന്നും അത് ശാസിക്കുന്നില്ല. ഈ സംഭവം FCRA അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പലതും പുറത്ത് കാണിക്കും, പുറത്ത് പറയും. ഇത് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്ത ഇഷ്യൂ. അവർ മോദി അമേരിക്കയിലോട്ട് പോവുകയാണ് സെപ്റ്റംബറിൽ. യുണൈറ്റഡ് നേഷൻ്റെ ആനുവൽ അസംബ്ലി മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കൺഫേംഡ് റിപ്പോർട്ടാണ്. അപ്പം ആ പങ്കെടുക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഉണ്ടാകാൻ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുവാണ് മോദിക്കെതിരെ. ഇതാണ് ഇഷ്യൂ. ഈ ഇഷ്യൂ അമേരിക്കയിൽ മാത്രമല്ല, ഗ്ലോബലി ഇത് കത്തിക്കാനുള്ള ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ ബംഗാളി കണ്ടു കാണും. അവിടെയും ഈ പറയുന്ന പോലെ ചില ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലുള്ള ചില ലീഡേഴ്സ് അവർ വന്ന് പള്ളി പൊളിക്കുന്നു, പള്ളിയിലുള്ള കാത്തലിക്സ് അച്ഛന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ആ രീതിയിലുള്ള ത്രട്ടും പരിപാടികളും അങ്ങ് തുടങ്ങി. ഇത് ഇഷ്യൂ തന്നെയാണ്. അമേരിക്ക ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ വലിയ ഇഷ്യൂ ആയിട്ട് കാണത്തില്ല, ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷനുണ്ട്. അത് ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും അവരെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷനാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവം അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതാണ് അതിൻ്റെ കാര്യം. അതിപ്പോൾ തുറന്ന രീതിയിൽ, അതായത് ഒരു ഗ്ലോബൽ ടോക്സിലോട്ട് ഇതിനെ കൊണ്ടുപോകാനാണ് ഇവരുദ്ദേശിക്കുന്നത്. ഇപ്പം അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ക്രിസ്ത്യാനിറ്റി ടുഡേ, അതേപോലെ പല പല ന്യൂസ് സോഴ്സുകളുണ്ട്, അതായത് ന്യൂസ് ഏജൻസികളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ഇവരൊക്കെ ശക്തമായ രീതിയിലാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇവർ പറയുന്നത്, ഈ പറയുന്ന മോദിയും സംഘപരിവാറും ബജറാങ് ദളും ഇത് RSSൻ്റെ ഭാഗമാണ്. അവിടെ അവർ ഒരു കാരണവശാൽ ഇവിടെയുള്ള മൈനോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഈ രീതിയിലോട്ട് പിക്ചർ അങ്ങ് മാറ്റുകയാണ്. മനസ്സിലാക്കുക. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്രാവശ്യം മോദിയുമായിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ 100 പരം ലിസ്റ്റുകളുമായിട്ടാണ് പോകുന്നത്. കാരണം മോദി ട്രംപ് റിലേഷൻഷിപ്പ് മോശമായി കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ ഔട്ട്ഫ്ലോ ഉണ്ടായി. ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സാണ്. അവരുടെ പണം എടുത്തുകൊണ്ടങ്ങ് പോയി. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമായ രീതിയിലോട്ടായി. ഇപ്പം മോദി തിരിച്ചു പോയി അവിടെ ചോദിക്കാൻ പോകുന്നത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വരണം, ഇതിന് ട്രംപ് അനുകൂലമാകണം. പല കമ്പനികൾ ഓഫർ ചെയ്തു. ഈ പറയുന്ന അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ ഈ പറയുന്ന എല്ലാം കള്ളമാണ്. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കഴിഞ്ഞ കാലത്തൊന്നും വന്നിട്ടില്ല ഇന്ത്യയിൽ. പലതും ഓഫർ ചെയ്തിരുന്നു, അവരെല്ലാം പിന്മാറിയിട്ടങ്ങ് പോയി. പക്ഷെ മോദി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയാണ്. കാരണം എന്ന് പറഞ്ഞ സാധനം കയറി ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കടിച്ചെടുത്തുകൊണ്ട് ദൂരെ പോവുകയാണ്. അത് കുറയുക മാത്രമല്ല, യുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഒരൊറ്റ ഇന്ത്യൻ കമ്പനി, 10 ഗ്ലോബൽ കമ്പനിക്കകത്ത് ഇന്ത്യൻ കമ്പനികളില്ല. ഇതെല്ലാം പോയേക്കുന്നത് തായ്വാനും ഹോങ്കോങ്ങും ഉക്രൈനും ഹംഗറി ഈ പറയുന്ന രാജ്യത്തോട്ടങ്ങ് കയറിപ്പോയി. അതായത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകാൻ പോവുകയാണ് മിഡിൽ ക്ലാസ്സിന് അടയ്ക്കാൻ. ഈ പറയുന്ന അമേരിക്കൻ വിസ ഇഷ്യൂ വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്.
H1B മാത്രമൊന്നുമല്ല, അമേരിക്കയിലുള്ള വിസിറ്റിംഗ് വിസ പോലും ഇവർ കൊടുക്കുന്നില്ല ബിസിനസ്സുകാർക്ക്. അതുവരെ അവർ സസ്പെൻഡ് ചെയ്യുകയാണ്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയും പഴയ ഇന്ത്യയോട് മോദിയോട് കാണിച്ച പ്രേമമൊന്നും കാണിക്കത്തില്ല. ഫ്രണ്ടും ക്രിണ്ടും ഒന്നും ആയിട്ട് ഇപ്പം അമേരിക്ക ഇന്ത്യയെ കണക്കാക്കുന്നില്ല. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മോദി ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ തന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് ഉറപ്പായിട്ടും കാണും. അതിനകത്ത് ആദ്യത്തെ അജണ്ട ഇത് തന്നെ ആയിരിക്കും. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രൈസ്തവ വിശ്വാസികളാണ്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ്, പെൻഡക്കോസ്റ്റൽ, സദേൺ ബാപ്റ്റിസ്റ്റ്, ഇവരാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. അവർ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. 100% ഞാൻ ഈ പറയുന്ന ഇഷ്യൂ വീണ്ടും അതായത് ആദ്യമായിട്ട് അമേരിക്ക ഇത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഗ്ലോബലായിട്ട് അങ്ങ് മാറ്റും. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്, ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, മറ്റുള്ള രാജ്യങ്ങളുണ്ട്, അറബ് രാജ്യങ്ങളുണ്ട്. അവരെന്ത് ഫോളോ ചെയ്യുന്നു, ഏത് രീതിയിൽ പറയുന്നു, ആ രീതിയിൽ അതിനെ അങ്ങ് കാണും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഓസ്ട്രേലിയ എന്നും ന്യൂസിലാൻഡ് എന്നും കാനഡ എന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇൻക്ലൂഡിങ് ഇസ്രായേൽ പോലും ഇന്ത്യയെ തള്ളി പറയും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുന്ന സംഭവമാണ്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് 2 ദിവസം മുമ്പ്. ഇന്ത്യ Su-57 എന്ന് പറയുന്ന റഷ്യൻ എയർക്രാഫ്റ്റ് 2 സ്ക്വാഡ്രൺ മേടിക്കാനുള്ള തീരുമാനം അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അങ്ങ് വെച്ചു. അമേരിക്ക ഇന്ത്യക്ക് താക്കീത് കൊടുത്തു. ഇനി ഏതെങ്കിലും രീതിയിൽ റഷ്യൻ സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന 5th ജനറേഷൻ, അതായത് എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രൈവറ്റ് കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇഞ്ചൻ അമേരിക്ക തരത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ത്യ പിന്മാറുക. അതുപോലെ ഇന്ത്യക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒരു കാരണവശാലും റഷ്യ എന്ന് പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ പാടില്ല. വാങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുമായിട്ട് സഹകരിക്കുകയില്ല. കാരണം നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ അലയൻസ് പാർട്ട്ണറാണ് ഇന്ത്യ, നാറ്റോയ്ക്ക് അകത്തല്ല. അപ്പം ചില ഇന്ത്യക്ക് പ്രത്യേകിച്ച് ചില സംഭവമുണ്ട്. നാറ്റോയ്ക്ക് കൊടുക്കുന്ന അതേപോലെയുള്ള സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും അതേപോലെ എയർക്രാഫ്റ്റ് ഇഞ്ചൻസും ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം അമേരിക്കൻ കൺട്രോളിലാണ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലാണ്. അതേപോലെ അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫൻസിനകത്ത് പലതുമുണ്ട്, ചോപ്പർ ഉൾപ്പെടെ മറ്റ് പലതും ഉപയോഗിക്കുന്നുണ്ട്. പല ഹോവിസ്റ്റർ ഗൺ ആണെങ്കിലും പലതും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സർവീസുണ്ട്. ഇതുപോലെ അവർ തരാതിരിക്കും. ഇതാണ് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. മോദിയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ചില വലിയ പാളിച്ചകളുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ജയശങ്കർ നേരത്തെയൊക്കെ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളും വെസ്റ്റേൺ കൺട്രീസിനെതിരെ അമേരിക്കയ്ക്കെതിരെയൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് അയാൾ എന്താ നിശബ്ദമായി പോയത്? അമേരിക്ക പിടിച്ചതാക്കിയത് ഇതൊറ്റ കാര്യമേ ഉള്ളൂ. ഇടയ്ക്ക് വെസ്റ്റേൺ കൺട്രീസിനെതിരെ പറയും. ഇപ്പം ഈ അടുത്തിടയ്ക്ക് മലയാള പത്രങ്ങൾ കോട്ട് ചെയ്യുന്നു, റഷ്യന് വലിയ രീതിയിൽ നമ്മൾ ക്രൂഡ് വാങ്ങുന്നത്. കറക്റ്റാണ്, ക്രൂഡ് വാങ്ങുന്നുണ്ട്. ഇന്ത്യക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സാധനം നിർത്താൻ. അതായത് കൃത്യം 2 മാസത്തിനുള്ളിൽ റഷ്യൻ ക്രൂഡ് ഇന്ത്യ നിർത്തിക്കോണം. ഇന്ത്യ അത് നിർത്തുക തന്നെ ചെയ്യും. ഒരു കാര്യം പറയാം, ലോക പോലീസ് അവൻ തന്നെയാണ്. അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവർ പണി തരും. 100%. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന രീതിയിലേ മോദിക്ക് പോകാൻ പറ്റത്തുള്ളൂ. മോദി നരേന്ദർ എന്നൊക്കെ ചുമ്മാ അടിക്കുന്ന കള്ളങ്ങളാണ്. മോദി കംപ്ലീറ്റ് സറണ്ടേഡ് ആണ് ബേസിക്കലി. ഇന്ത്യക്കാർക്ക് അവിടെ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗുജറാത്തികൾക്ക്. ഇന്ത്യക്കാർക്കെതിരെയുള്ള പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ടുണ്ടോ? ഇന്ത്യൻ ഹിന്ദുസ് എന്നും പറഞ്ഞുകൊണ്ട് അത് ഈ പറയുന്ന പല രീതിയിൽ പണ്ട് നേരത്തെ ടെക്സാസിനും അവിടെ ഇവിടെ കയറി എത്ര പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിന് വല്ലതും കുറവുണ്ടായിട്ടുണ്ടോ? RSSന്റെ ഔട്ട്റീച്ച് നടത്തി എന്നിട്ട് കുറവുണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ കുറവുണ്ടാകാത്തതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അവരിതങ്ങ് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് കൊണ്ടുവരും. ഇതാണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. മോദിയുടെ ഇമേജ് അത് നിങ്ങൾക്കറിയാം. ഈ CJP സംഭവത്തോടു കൂടി നാഷണലി തകർന്നു പോയി. ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് വല്ലാത്ത സംഭവം ഉണ്ടായി. ഇത് ഗ്ലോബലി അങ്ങ് തകരും. അവസാനം മോദി വലിയ വട്ടപൂജ്യമായിട്ട് അങ്ങ് മാറും. അമേരിക്ക എതിർത്ത് കഴിഞ്ഞാൽ മോദി വട്ടപൂജ്യമായി ഗ്ലോബലി. പിന്നെ എവിടെയും നമുക്കൊരു ഫോറത്തിലും കയറാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. ഈ രീതിയിലോട്ട് ഇന്ത്യയെ തരം താഴ്ത്തി
ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, അപ്പുറത്ത് സിഖുകാരെ അറ്റാക്ക് ചെയ്യുന്നു. അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ അറ്റാക്ക് ചെയ്യുന്നു, അവസാനം ക്രിസ്ത്യാനികളെ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊന്നും പല രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പല രാജ്യക്കാർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വാല്യൂ പോലും ഇല്ലാതാക്കി കളയും. 100% ഇത് ഗ്ലോബലി ഉണ്ടാകും. ഇന്ത്യക്കാരെ എല്ലായിടത്തും കയറി തടയും. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗ്ലോബലി ജോലി ചെയ്യാൻ പറ്റും, എങ്ങനെ ബിസിനസ് നടത്താൻ പറ്റും? ചോദ്യചിഹ്നമാണ് ബാക്കി. ഇവിടെയാണ് മോദി ഗവൺമെൻറ് പ്രോ ആക്റ്റീവായിട്ട് ഇടപെടേണ്ട സാഹചര്യം അടുത്തു കഴിഞ്ഞു.